പഠിക്കാൻ പോകുന്നത് ബി സെൽസിനെ കുറിച്ചാണ്. സോ എൻ്റെ എയർലി വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നായിരുന്നു. ഒരു ചെറിയ റീക്യാപ്പ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ കാസിലിൻ്റെ വാള്, അതായത് നമ്മളുടെ ബോഡിയുടെ സ്കിന്ന്, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, അതായിരുന്നു നമ്മളുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ഇൻട്രൂഡേഴ്സിന് അകത്ത് കയറാതിരിക്കാതിരിക്കാൻ വേണ്ടി. ആൻഡ് ദർ ഈസ് വൺ മോർ കോൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, അതായത് ആ കാസിലിൽ ഒളിച്ചിരിക്കുന്ന ആർച്ചേഴ്സ്, അതായത് നമ്മുടെ ടി സെൽസ്, ബി സെൽസ്, അതൊക്കെ നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബി സെൽസിന് പുറത്താണ്. നെക്സ്റ്റ് വീഡിയോ വിൽ ബി ഓൺ ടി സെൽസ്, ആൻഡ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവും ഹൗ ബി സെൽ ആൻഡ് ടി സെൽസ് ഓൾസോ കം ഇൻ എ സൈക്കിൾ. ബട്ട് ഇന്ന് നമ്മൾ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ബി സെൽ. സോ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇയാളിനെ കുറിച്ചാണ്, ബി സെല്ലിനെ കുറിച്ച്. എങ്ങനെയാണ് ഒരു സയൻറ്റിസ്റ്റ് നമ്മളുടെ കൺട്രീനെ സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് മിസൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഇൻട്രൂഡേഴ്സിന് എങ്ങനെ വന്നിട്ട് നമുക്ക് വേണ്ടി വെപ്പൺസ് ഉണ്ടാക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ്. സോ അതിന് മുന്നേ ചെറുതായിട്ട് ബി സെൽസ് ആക്ച്വലി എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. സ്റ്റെം സെൽസിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. സോ സ്റ്റെം സെൽസ് എന്താണ്? നമ്മളിപ്പോൾ വീടുണ്ടാക്കുമ്പോൾ ഒരു ഫൗണ്ടേഷൻ മാതിരി ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവേണ്ടതിൻ്റെ ഫൗണ്ടേഷനാണ് സ്റ്റെം സെൽസ്. ഓക്കെ, സോ ദേ ആർ ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ അവർ ബോഡി. പിന്നെ അവർക്ക് അൺഡിഫറൻഷ്യേറ്റഡ് സെൽസാണ് അവർക്ക് വേണമെങ്കിൽ ഏത് സെൽ ടൈപ്പിലോട്ടും ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വിചാരിക്കും പോലെ ഒരു ഷേപ്പ് ഷിഫ്റ്റർ മാതിരിയാണ്. അതിന് ഏത് ഷേപ്പ് വേണമെങ്കിലും അതിനെടുക്കാൻ പറ്റും. അതിനുള്ള പവർ സ്റ്റെം സെൽസിനുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സെൽഫ് റിന്യൂവലും ഡിഫറൻസിയേഷനും. സെൽഫ് റിന്യൂവൽ എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് അതേമാതിരിത്തെ സെൽസ്, ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് സെൽ, ഇപ്പോൾ നിങ്ങളുടെ ലിവർ സെൽ ഉണ്ടായെങ്കിൽ അതേമാതിരിത്തെ സെൽസ് കുറേ ഉണ്ടാക്കാനും പറ്റും. മോർ സ്റ്റെം സെൽസ് ഉണ്ടാക്കാനും പറ്റും. അതേപോരാതെ അത് ഡിഫറൻഷ്യേറ്റും ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിന് വന്നിട്ട് ബ്ലഡ് സെൽസിലോട്ട് മാറാൻ പറ്റും, ന്യൂറോൺസിലോട്ട് മാറാൻ പറ്റും, മസിൽ സെൽസിലോട്ട് മാറാൻ പറ്റും. സോ സ്റ്റെം സെൽസ് എന്താണ്? നമ്മുടെ ഫൗണ്ടേഷനാണ് ഈ സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെയും. പിന്നെ അതിന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. സെൽഫ് റിന്യൂവൽ, അതായത് അതിനെ സ്വന്തമായിട്ട് റിന്യൂ ചെയ്തിട്ട് അവിടെ നീഷിൻ്റെ അടുത്ത് വെക്കാൻ പറ്റും. അതായത് ഇനി ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഏത് വേണോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അതിന് ഡിഫറൻസിയേഷൻ പവർ, അതായത് അതിന് വന്നിട്ട് ബ്ലഡ് സെൽസിലോട്ടോ ന്യൂറോൺസിലോട്ടോ നമ്മുടെ മസിൽ സെൽസിലോട്ടോ എന്ത് വേണോ അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ ബി സെൽ എന്താ വരുന്നത്? ബി സെൽ നമ്മളുടെ പ്ലൂറിപോട്ടൻറ്റ് സ്റ്റെം സെൽസ്, അതായത് പ്ലൂറിപോട്ടൻറ്റ് സ്റ്റെം സെൽസ്, അതായത് നമ്മളുടെ ബോൺ മാരോയിൽ ഇരിക്കുന്ന ഒരു സ്റ്റെം സെല്ലാണ് പ്ലൂറിപോട്ടൻറ്റ് സ്റ്റെം സെൽസ്. അത് എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസിലോട്ട് ഡിഫറൻഷ്യേറ്റ് ആവും. അതിൽ നിന്ന് ഒരു പാർട്ടാണ് ബി സെൽസ്. ബ്ലഡ് സെൽസ് ഡിഫറൻഷ്യേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹിമാറ്റോപോയ്സിസ് എന്ന് നമ്മൾ പറയാം. പ്ലൂറിപോട്ടൻറ്റ് സ്റ്റെം സെൽസ് ആദ്യം വന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് കോമൺ ലിംഫോയിഡ് പ്രോജിനേറ്റേഴ്സിലാണ്. അത് പിന്നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്, സ്പെഷ്യലൈസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ബി സെൽസ്. പിന്നെ അത് ടി സെൽസും സെയിം അവിടെ നിന്ന് തന്നെ വരുന്നത്. ഓക്കെ, സോ പ്ലൂറിപോട്ടൻറ്റ് സ്റ്റെം സെൽസ് ബോൺ മാരോയിലാണ് കണ്ടുപിടിക്കുന്നത്. ബോൺ മാരോയിൽ അവർ വന്ന് പിന്നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ബി സെൽസും ടി സെൽസും. ഇനി ബി സെൽസിൻ്റെ മെച്ചുറൈസേഷൻ വേണം. അത് വന്ന് നമ്മളുടെ ഇമ്മെച്ചുവർ, ആദ്യം ഉണ്ടാക്കുമ്പോൾ ബേബി നൈവാണ്. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ എക്സ്പോഷർ കൊടുക്കുമ്പോൾ അതിന് പഠിക്കാൻ പറ്റുള്ളൂ. ഓ ഇതെന്താണ് അതെന്താണ്. നമ്മളിപ്പം ബേബി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഫ്ലാഷ് കാർഡ്സ് കാണിക്കും, അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ റേച്ചൽസ് കാണിക്കും, എന്തൊക്കെ കാണിക്കും ടു എക്സ്പോസ് ദ ബേബി ടു ലേൺ സംതിങ് ന്യൂ. അതേമാതിരി ഈ ബി സെൽസ് ആദ്യം ഉണ്ടാവുമ്പോൾ ഇമ്മെച്ചുവേർഡാണ് അവർ ബോൺ മാരോയിൽ. വൺസ് മെച്ചുവേർഡ് ആയതിനു ശേഷം അവരുടെ ജോലി സ്ഥാനത്തിലോട്ട് പോകും. അതായത് അവരുടെ ലിംഫോയിഡ് ഓർഗാൻസിലോട്ട് പോകും, വേർ ദേ ഫങ്ഷൻ ഇൻ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. വൺസ് അവരെ നമ്മൾ പഠിപ്പിച്ച് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ വിട്ടിട്ട് അവരുടെ ജോലി സ്ഥാനത്ത്, എഞ്ചിനീയറിങ് കഴിഞ്ഞ് ജോലി സ്ഥാനത്ത് പോകണ മാതിരി നമ്മൾ ബി സെൽസിനെ ആൻറ്റിജനിലോട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് എവിടെയാണ് ഫൈറ്റ് ചെയ്യേണ്ട അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലോട്ട് നമ്മൾ അങ്ങോട്ട് വിടും. സോ ഇവിടെ നിന്നാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ പ്ലൂറിപോട്ടൻറ്റ് സ്റ്റെം സെൽസ് ഇതാണ് സംഭവം. ഇത് വന്നിട്ട് നമ്മൾ ഇത് മാത്രം ഫോക്കസ് ചെയ്യുക.
നമ്മളുടെ ഹിമാറ്റോപോയറ്റിക് സ്റ്റെം സെൽസിലോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ദാ ഇവിടെ നിന്ന് ബി സെൽസ് ഉണ്ടാവും, ടി സെൽസും ഉണ്ടാവും. സോ ഇത് രണ്ടും മാത്രമാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബി സെൽസ് എന്താണ്. സോ നമുക്കറിയാം അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു വരിയറാണ് ബി സെല്ല്. നമ്മളുടെ സയൻറ്റിസ്റ്റാണ് നമുക്ക് മിസൈൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പറാണ് നമ്മളുടെ ബി സെല്ല്. സോ അതെന്താണ് നമ്മൾ വെപ്പൺ മേക്കേഴ്സ് എന്ന് പറയുന്നത്? ബിക്കോസ് നിങ്ങൾ ഈ ബി സെല്ലിൻ്റെ മേളിലൊരു സംഭവം കാണുന്നുണ്ടോ? ഇതിനെയാണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ മിസൈൽ. അത് വന്നിട്ട് ഈ ബാക്ടീരിയ, ഈ വൈറസ്, ഈ ഫഞ്ചായി ഏത് ഇൻട്രൂഡേഴ്സ് ഉണ്ടെങ്കിലും ഇതിന് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവുന്നതാണ് ഈ ആൻറ്റിബോഡി. ഇത് വന്നിട്ട് ഇതിനൊക്കെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഈ മിസൈലാണ് ഈ ആൻറ്റിബോഡിന്ന് ബി സെല്ല് ഉണ്ടാക്കുന്നത്. അതേം പോരാതെ ഇനി ഇവർ കയറാതിരിക്കാൻ ആദ്യമായിട്ട് കയറി ശരി അവർ ആൻറ്റിബോഡി ഉണ്ടാക്കി, ഇനി അവർ കയറാതിരിക്കാൻ, ബിക്കോസ് ആദ്യമായിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും അല്ലേ, നമ്മൾ വെപ്പൺ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ബട്ട് നെക്സ്റ്റ് ടൈം കയറുമ്പോൾ നമ്മളുടെ ഓൾറെഡി ഈ വെപ്പൺ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. സോ അത് നെക്സ്റ്റ് ടൈം സമയം എടുക്കില്ല. അതിനാണ് ഈ മെമ്മറി, ഇമ്മ്യൂണോളജിക്കൽ മെമ്മറിക്ക് വേണ്ടിയും അവർ റെസ്പോൺസിബിൾ ആണ്. സോ എങ്ങനെ ഇത് വർക്ക് ചെയ്യുക? സോ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു, ലൈക്ക് ആദ്യമായിട്ട് ബി സെൽ ഉണ്ടാവുമ്പം ഇത് ഒരു നൈവ് സ്റ്റേജിലാണ്, ഓക്കെ, കുട്ടി സ്റ്റേജിലാണ്. സോ ആദ്യമായിട്ട് നമ്മളുടെ ഈ ആൻറ്റിജൻ, ഈ വൈറസ്, ഈ ബാക്ടീരിയാസ് ഒക്കെ വന്നിട്ട് ആദ്യമായിട്ട് അവരുടെ ആൻറ്റിജൻ വന്ന് ഇവിടെ പ്രസൻറ്റ് ആവും ഈ ആൻറ്റിബോഡിയുടെ പുറത്ത്, ഈ ബി സെല്ലിൻ്റെ ആൻറ്റിബോഡിയുടെ പുറത്ത് വന്ന് പ്രസൻറ്റ് ആവും. അത് ഇതിനെ എൻഗൾഫ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ പുറത്ത് ഒരു ആൻറ്റിന ഉണ്ടായിരിക്കും. ഈ ആൻറ്റിനയാണ് MHC2 എന്ന് പറയുന്നത്. ഈ MHC2 എന്ത് ചെയ്യും? ഈ ബി സെല്ലിൻ്റെ MHC2 ഈ ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പം ഈ ഹെൽപ്പർ ടി സെൽ ആക്റ്റീവ് ഹെൽപ്പർ ടി സെല്ലാണ്. എങ്ങനെയാണ് ഇത് ടി സെൽ വന്ന് ഹെൽപ്പർ ടി സെല്ലായെന്ന് പറയുന്നത് ഞാൻ ടി സെൽ സ്ലൈഡ്സിൽ പറഞ്ഞു തരാം. ഞാനിത് രണ്ടും കോറിലേറ്റും ചെയ്ത് തരാം. തൽക്കാലത്തേക്ക് ഇപ്പോൾ ബി സെൽ വന്നിട്ട് നമ്മളുടെ ഒരു ഹെൽപ്പർ ടി സെൽ, അതായത് നമ്മുടെ ടി സെല്ലിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുന്ന ഒരു ഹെൽപ്പർ ടി സെല്ലിൻ്റെ പുറത്ത് പോയി ചെന്ന് അതിനെ കാണിക്കുമ്പോൾ ഈ ഹെൽപ്പർ ടി സെൽ കുറച്ച് സിഗ്നൽസ് കൊടുക്കും. ഈ സിഗ്നൽസിൻ്റെ പേരാണ് സൈറ്റോകൈൻസ്. ഓക്കെ, സൈറ്റോകൈൻസ് വന്നിട്ട് ഈ ഇമ്മെച്വർ ബി സെല്ലിനെ മെച്ചോർഡാക്കും. ഓക്കെ, അതായത് ഇത് ഹെൽപ്പർ ടി സെൽ വന്നിട്ട് ബി സെല്ലിനെ ഹെൽപ്പ് ചെയ്യണം. സൈറ്റോകൈൻസ് കൊടുത്ത് അതിന് ഈ ആൻറ്റിജനെ പുറത്ത് എക്സ്പോഷർ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. സി, ദിസ് ഈസ് ആൻറ്റിജൻ, ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ബോഡി, ഇത് നമുക്ക് ഹാം ചെയ്യും എന്നും പറഞ്ഞ് അതിനെ എക്സ്പോസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സിഗ്നൽസ് എന്നാണ് പറയുന്നത് സൈറ്റോകൈൻസ്. സൈറ്റോകൈൻസ് ആ സിഗ്നൽസിന് ബീനെ വന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ അതിനെ സ്പെഷ്യലൈസ് ചെയ്യും. ഓക്കെ, നൗ വാട്ട് വി ഹാവ് ടു മേക്ക് പ്ലാസ്മ ബി സെൽ. പ്ലാസ്മ ബി സെൽ എന്താണ്? ഇപ്പോൾ ഈ ആൻറ്റിജൻ ബൈൻഡ് ചെയ്തില്ലേ, ഈ ബ്ലൂ കളർ ആൻറ്റിബോഡിയിലല്ലേ ബൈൻഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഈ ആൻറ്റിബോഡി ഈ ആൻറ്റിജന് സ്പെസിഫിക് ആണ്, റെഡിനല്ല. സോ ഈ പ്ലാസ്മ ബി സെൽ എന്ത് ചെയ്യും? ഇനിയും ബ്ലൂ കളർ ആൻറ്റിബോഡീസ് ഉണ്ടാക്കാൻ തുടങ്ങും. അതായത് ഇപ്പം വെള്ളത്തിൽ നിന്ന് വരുന്ന ഇൻട്രൂഡർ ആണെങ്കിൽ നമ്മളുടെ നേവീസ്, നമ്മളുടെ കൺട്രി വന്നിട്ട് ഇനി നേവി ആർമി ഇറക്കാൻ പറയും, റൈറ്റ്? അതേമാതിരി തന്നെ ഇവിടെ ബി സെല്ലിന് പ്ലാസ്മ സെൽസ് കുറേ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പ്ലാസ്മ സെൽസ് ഉണ്ടാകുമ്പോൾ കുറേ ആൻറ്റിബോഡീസ്, ബ്ലൂ കളർ ആൻറ്റിബോഡീസ് ഇറക്കാൻ പറയും. അതേം പോരാതെ ഒരു മെമ്മറി ബി സെല്ലും ഉണ്ടാക്കും. അതായത് ഈ ആൻറ്റിജൻ വന്നിട്ട് ഇനി ബോഡിയിൽ വരണമെങ്കിൽ നമ്മളുടെ ബി സെൽ ഓൾറെഡി റെഡി ആയിരിക്കും. ബിക്കോസ് ഇത്രയും പ്രോസസ്സ് ചെയ്ത് വരണേന് കുറച്ച് സമയം എടുക്കും, റൈറ്റ്? നമ്മളുടെ മിസൈലൊക്കെ ഉണ്ടായി വരികയാണെങ്കിൽ, നമ്മളുടെ നേവിന്ന് മിസൈലൊക്കെ ഉണ്ടായി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ബട്ട് നെക്സ്റ്റ് ടൈം വെള്ളത്തിൽ നിന്ന് ഇവർ വരികയാണെങ്കിൽ, ഈ ആൻറ്റിജൻസോ ഇൻട്രൊഡ്യൂസോ വരണമാണെങ്കിൽ നമ്മളുടെ ബി സെൽ ഓൾറെഡി നമ്മളുടെ ഈ ആൻറ്റിബോഡീസ് വെച്ചിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇനി വന്നാൽ നമ്മൾ അവരെ നേരിടാൻ പറ്റും. ഈ ബി സെൽ വന്നിട്ട് എങ്ങനെയാണ് കൊല്ലുക? 3 ടൈപ്പ് വിധത്തിൽ നമ്മളുടെ ബി സെൽ അവരെ കൊല്ലാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ക്യാൻസർ സെല്ലാണ്. ഓക്കെ, അതിൻ്റെ അഗെൻസ്റ്റ് ഈ ആൻറ്റിബോഡി വന്ന് റിലീസ് ചെയ്ത് അതിന് 3 ടൈപ്പിൽ ഇത് കൊല്ലാൻ പറ്റും. അതായത് എപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൊല്ലും, അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് എന്ന് കൊല്ലും. അതായത് മാക്രോഫേജസ്, നമ്മളുടെ ക്ലീനേഴ്സ് വന്ന് അതിനെ എൻഗൾഫ് ചെയ്ത് അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് സെല്ലുലർ സൈറ്റോടോക്സിസിറ്റി വിധത്തിലും കൊല്ലാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്
ബി സെൽ ആക്ടിവേഷൻ ഞാൻ പറഞ്ഞു, ലൈക്ക് ബി സെല്ലിൽ അതേ സ്പെസിഫിക് ആൻറ്റിജൻ വന്ന് ആൻറ്റിബോഡിയുടെ പുറത്ത് ബൈൻഡ് ചെയ്യുമ്പോൾ മാത്രമേ അത് ആക്ടിവേറ്റ് ആവുള്ളൂ. ലൈക്ക് ഇതിൻ്റെ അകത്ത് ഇത് ബ്ലൂ കളറാണ്, ഈ പിങ്ക് കളേഴ്സ് ആൻറ്റിജൻ, അതായത് ഇത് ആൻറ്റിജൻസ് ആണ്, ഇതൊരു വൈറസോ ബാക്ടീരിയ എന്തോ ആണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ ആൻറ്റിബോഡി ഇതാണ്, ബ്ലൂ കളറിൽ ഇത് ബൈൻഡ് ചെയ്യില്ല. സോ ഇത് മാത്രം ആക്റ്റീവായിട്ട് നമ്മളുടെ ടി സെല്ലിന് അതിന് ഇനി എക്സ്പോസ് ചെയ്യും. എങ്ങനെ? MHC2 റിസപ്റ്റർ, ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. MHC2 റിസപ്റ്റർ, ഓക്കെ, MHC2 റിസപ്റ്റർ കാണിച്ച് അതിനെ ഇനിയും, ബിക്കോസ് MHC2 റിസപ്റ്റർ ദണ്ട് ഇവിടെയാണ് ഇരിക്കുക ബി സെൽ, ഓക്കെ, ഇതിനെ എൻഗൾഫ് ചെയ്ത് MHC2 റിസപ്റ്ററിൻ്റെ പുറത്തിരുന്ന് MHC2 റിസപ്റ്റർ അത് വന്നിട്ട് ഒരു ടി സെൽ, ഹെൽപ്പർ ടി സെല്ലിൻ്റെ കൂടെ ചെന്ന് ബൈൻഡ് ചെയ്ത് അതിൽ നിന്ന് സൈറ്റോകൈൻ റിലീസായി ഈ ബി സെൽ വന്നിട്ട് ട്രിഗറായി ഉണ്ടാക്കുന്നതാണ് പ്ലാസ്മ സെൽസും മെമ്മറി ബി സെല്ലും. അപ്പോൾ എന്താണ് മെമ്മറി ബി സെൽ? ഓൾറെഡി നമ്മളുടെ അടുത്ത് ഇനിയും കുറേ ഈ പർപ്പിൾ കളർ ആൻറ്റിബോഡി ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ടൈം ഈ പിങ്ക് കളർ ആൻറ്റിജൻ വരുമ്പം. പ്ലാസ്മ സെൽസ് വന്നിട്ട് കുറേ ആൻറ്റിബോഡീസ് റിലീസ് ചെയ്യും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ, ഓക്കെ. സോ അതുകൊണ്ടാണ് നമ്മളുടെ ആൻറ്റിബോഡീസിനെ ഗൈഡഡ് മിസൈൽസ് എന്ന് പറയുന്നത്, ദ വെപ്പൺ മേക്കേഴ്സ്, ഓക്കെ. സോ നമ്മളുടെ നിന്ന് പുറത്തു നിന്ന് ഏതെങ്കിലും ഏലിയനോ ബോഡിക്കകത്ത് ഏതെങ്കിലും ആൻറ്റിജൻ, ബാക്ടീരിയ, വൈറസ്, ഫഞ്ചി ഏതെങ്കിലും വന്നാലും നമ്മളുടെ ആൻറ്റിബോഡീസ് ദാറ്റ് ആർ മിസൈൽസ് ഓൾവേസ് റെഡി ടു അറ്റാക്ക് ദോസ് ആൻറ്റിജൻസ്, ഓക്കെ. ദേ വിൽ ന്യൂട്രലൈസ് ദ ഇൻവേഡേഴ്സ്. അതേം പോരാതെ അവരെ മാർക്ക് ചെയ്ത് വെച്ചേക്കും, ഞാൻ പറഞ്ഞില്ലേ മാർക്ക് ചെയ്യണത്. സോ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടൈം നമ്മളുടെ ആർമീസൊക്കെ വരുമ്പോൾ, നമ്മളുടെ ഇമ്മ്യൂൺ സെൽസ് ലൈക്ക് മാക്രോഫേജസ് ഒക്കെ വരുമ്പോൾ ഇതാ മാക്രോഫേജസിന് മനസ്സിലായി, ഓക്കെ, ഇതിനെ മാർക്ക് ചെയ്ത് നമ്മളുടെ ആൻറ്റിബോഡി വെച്ചിട്ടുണ്ടെന്ന്. അതിന് നമ്മളുടെ ഇൻട്രൂഡേഴ്സിനെ അതിനെ വന്ന് എൻഗൾഫ് ചെയ്യും, ഓക്കെ. നെക്സ്റ്റ് മെമ്മറി ബി സെൽ. മെമ്മറി ബി സെൽസ് നമ്മളുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ പോയി കഴിഞ്ഞിട്ടും ഇരിക്കുന്ന ഒരു സാധനമാണ് മെമ്മറി ബി സെൽ. അതായത് മെമ്മറി ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഇനി തിരിച്ച് ഈ ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ഓൾറെഡി ഈ സമയം എടുക്കാതെ അതിനെ എങ്ങനെ നമ്മളുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മെമ്മറി ബി സെൽ, ഓക്കെ. They enable a faster and stronger response, okay, re-exposure to the same antigen, okay, same antigen. ഞാൻ പറഞ്ഞു ലൈക്ക് ഇത് ഓൾറെഡി വന്ന് നമ്മളുടെ ഇവിടെ ബൈൻഡ് ചെയ്ത് ഈ യെല്ലോ കളർ ആൻറ്റിജന് വേണ്ടിയിട്ട് ഇതേ സെയിം ആൻറ്റിബോഡി മെമ്മറി ബി സെൽസ് കുറേ ഉണ്ടാക്കി വെച്ചേക്കും. സോ ഈ സെയിം ആൻറ്റിജൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മളുടെ മെമ്മറി ബി സെൽസ് ആർ ഓൾറെഡി റെഡി. ഒരു ഫൺ ഫാക്ട്, എന്തിനാണ് നമ്മൾ ഇതിനെ ബി സെൽ എന്ന് പറയുന്നത്? ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഒരു ചിക്കനിലാണ്. ആൻഡ് സ്ഥലത്തിൻ്റെ പേരാണ് ബുർസ ഓഫ് ഫാബ്രീഷ്യസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ബി സെൽ എന്ന് പറയുന്നത്, ഓക്കെ. സോ നമ്മൾ ഇതിനെ കൺക്ലൂഷനിൽ എന്താ പറയാം? ദേ ആർ ദ മിസൈൽ മേക്കേഴ്സ്, വെപ്പൺ മേക്കേഴ്സ് ഫോർ ദി അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. പിന്നെ എന്താ ഉണ്ടാക്കുക അവർ? ദേ പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്, പിന്നെ മെമ്മറി ക്രിയേറ്റ് ചെയ്യും, പിന്നെ എന്താണ് ലോങ് ടേം പ്രൊട്ടക്ഷൻ ഫ്രം ദ സെയിം ആൻറ്റിജൻ. നേരത്തെ എക്സ്പോസ് ആയ ആൻറ്റിജൻ പിന്നെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി ലോങ് ടേം പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ബി സെൽ. ആൻഡ് ദെയർ ആക്ടിവേഷൻ ആൻഡ് പോളിഫറേഷൻ, അതായത് അവർ എങ്ങനെ നൈവ് ബി സെല്ലിൽ നിന്ന് അവർ മെമ്മറി ബി സെല്ലും പ്ലാസ്മ സെൽസും ഉണ്ടാവുന്നത്, ഇറ്റ്സ് എ ക്രൂഷ്യൽ ഫോർ സ്ട്രോങ് ഇമ്മ്യൂൺ റെസ്പോൺസ്. താങ്ക് യു. നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ടി സെൽസിനെ കുറിച്ച് നോക്കാം. ആൻഡ് വി വിൽ കോറിലേറ്റ് ഹൗ ടി സെൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഹെൽപ്പർ ടി സെല്ലുമായിട്ട് ബി സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ ടി സെല്ലിൽ പറഞ്ഞു തരാം. ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് സെക്ഷൻ ആൻഡ് താങ്ക് യു സോ മച്ച്.